രാജീവ് ചന്ദ്രശേഖർ ഇവിടെ മുദ്രാവാക്യം വിളിച്ചത് കള്ളൻ എന്നാ. ഞാൻ തിരുത്തുകയാണ്. കള്ളൻ മാത്രമല്ല, വഞ്ചകൻ മാത്രമല്ല, കാട്ടുകള്ളൻ വീരപ്പനെ പോലും അതിശയിപ്പിക്കുന്ന വഞ്ചകനായ, ചതിയനായ, ഭൂമി തട്ടിപ്പുകാരനായ മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ, നിങ്ങൾക്ക് ഈ രാജ്യത്തോട്, ഈ നാടിനോട് നിങ്ങൾ മറുപടി പറഞ്ഞേ തീരൂ. കർണാടകത്തിൽ നിന്ന് ലാൻഡ് ചെയ്യുന്നു കേരളത്തിൽ. കർണാടകത്തിൽ നിന്ന് കേരളത്തിലെത്തി ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നു. ബോർഡർ കടന്നാലും രാജ്യത്തെ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കപ്പെടണം. അതിർത്തി മാറിയാൽ, സംസ്ഥാന അതിർത്തി മാറിയാൽ രാജ്യത്തെ നിയമങ്ങൾ ഇല്ലാതാകുന്നില്ല. ഭൂമി കുംഭകോണം നടത്തിയ കാട്ടുകള്ളന്മാരെ വിസ്മയിപ്പിക്കുന്ന ഇത്തരം തട്ടിപ്പുകാരെ കസ്റ്റഡിയിലെടുത്ത് ജയിലിൽ അടയ്ക്കണം. കാരണം തെളിവുകൾ, ഗൗരവമേറിയ തെളിവുകൾ, ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിന്റെ മറവിൽ ഇവർ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കേരളത്തിലാകട്ടെ, കർണാടകത്തിലാകട്ടെ, നിയമപാലകരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇതുപോലൊരു ക്രിമിനലിനെ, ഇതൊരു ഭൂമി തട്ടിപ്പ് ക്രിമിനലാണ്, ഈ ക്രിമിനലിനെ കയ്യാമം വെച്ച് ജയിലിൽ അടയ്ക്കണം. ചോദിക്കേണ്ട വിധത്തിൽ ചോദ്യം ചെയ്താൽ എല്ലാ കൃത്യമായ ഉത്തരങ്ങൾ വരും. അതുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേണം. കോടതി കഴിയുമെങ്കിൽ മേൽനോട്ടം വഹിക്കണം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്ന് രാജീവേ ഇവിടെ വാ, എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കി, ആരുടെയൊക്കെ സഹായം കിട്ടി, ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ കൃത്യമായ ഉത്തരങ്ങൾ വെളിപ്പെടും. അതുകൊണ്ട് ഈ സാമ്പത്തിക കുറ്റവാളിയെ, തട്ടിപ്പുകാരനെ അടിയന്തരമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റു ചില സംഘടനകളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്, ഈ നാടിനെ കൊള്ളയടിക്കുന്ന, നമ്മുടെ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഖനി മാഫിയകളാണ് യഥാർത്ഥത്തിൽ ബിജെപിയെ വളർത്തുന്നത്. ഖനി മാഫിയകളുടെ പണം ഉപയോഗിച്ചാണ് അവർ പലയിടങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോഴ് ഭൂമി തട്ടിപ്പിന്റെ, കുംഭകോണത്തിന്റെ പണമാണ് ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റ് സംഘടനകളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഇതുപോലുള്ള ക്രിമിനലുകൾക്കെതിരായ ശക്തമായ പ്രക്ഷോഭം കേരളത്തിലും ഇന്ത്യയിലും ഉയർത്തിക്കൊണ്ടുവരാൻ ഒറ്റക്കെട്ടായി നമുക്ക് പ്രയത്നിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ഇത് ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പാണ്. ഈ സാമ്പത്തിക തട്ടിപ്പിനെതിരായ പോരാട്ടം ഞങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ഈ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ.